ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങിയ കേട്ടോ. പുരയിലിരുന്ന് ഇങ്ങനെ ചടച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കിന്നാൽ കുറച്ച് നേരം ബീച്ചിൽ പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കുക എന്നിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് നേരം പുറത്തത്തെ ശുദ്ധവായും പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇങ്ങനെ കാണാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോയിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ പോവാട്ടോ. മക്കൾക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സന്തോഷത്തിൽ ഏതൊക്കെ വഴിക്കാണ് ഓടേണ്ടതെന്ന് അറിയാതെ 4 വഴിക്ക് ഓടിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുന്നേ വന്ന ബീച്ച് തന്നെയാണ് കേട്ടോ. ഇത് ഷാർജയിലുള്ളൊരു ബീച്ചാണ്. നല്ല അലവൃത്തിയുള്ള നല്ലൊരു ബീച്ചാണ്. ഇവിടെ നടക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഓടാനും ഒക്കെ ആയിട്ടുള്ള വഴി വേറെ ഉണ്ട്. പിന്നെ നമ്മളെ ബീച്ച് സൈഡ് നല്ല മണലൊക്കെ ഉള്ള ഏരിയയും വേറെ ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കടലിൻ്റെ തൊട്ടടുത്തൊക്കെ പോയിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മക്കളെ മണലിൻ്റെ അടുത്തേക്ക് കാണിക്കാണ്ട് അയച്ചിട്ട് കുറച്ച് മണലില്ലാത്ത ഏരിയ പോയാണ്ട് പായൊക്കെ ഇട്ട് ഇരിക്കുക കേട്ടോ മക്കളെയും വെച്ചിട്ട്. പക്ഷെ മക്കൾ മണലുള്ള ഏരിയ എവിടെയെന്നൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് സ്ഥലത്ത് പോയാണ്ട് അവിടുന്ന് മണ്ണൊക്കെ വാരി തിന്നുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ 3 പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വലിച്ചിടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വില്ലയിൽ തന്നെയുള്ള 3 ഫാമിലി ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ പോയത്. പിന്നെ നമ്മളെ വില്ലയിൽ നിന്ന് സംസാരിച്ച് മതിയാവാഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അവിടെ പുറത്ത് പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് സംസാരിക്കാതിരിച്ചിട്ട് അങ്ങോട്ട് പോയിരുന്നത്. പിന്നെ ആദ്യമൊക്കെ എൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ പുറത്ത് കാണിക്കാഞ്ഞിട്ടാണ്. എനിക്ക് ബീച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്, എന്താണെന്നറിയില്ല. പക്ഷേ പണ്ടത്തെ അതിരിയല്ല. നമ്മളെ ബീച്ചിൽ പോയാൽ ഇറങ്ങണമെങ്കിൽ വ്യാപാരമുള്ള സമ്മതമൊക്കെ വേണം, അല്ലാഞ്ഞാൽ നമ്മളെ വണ്ടി കയറ്റില്ല, തിരിച്ച് പെരേക്ക് കൊണ്ടുപോകില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം മക്കളെ കാണാതെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കടലിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം നോക്കിയിരുന്നു. ഇവിടുത്തെ കടലൊക്കെ എങ്ങനെയാണ് കേട്ടോ. ചില സമയത്തൊന്നും തീരെ തിര ഉണ്ടാവില്ല, പക്ഷേ ചില സമയത്ത് ഉണ്ടാവാറുമുണ്ട്. പക്ഷേ കടലിലൊന്നും ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ഒരു ടൈം ആയപ്പോൾ എല്ലാവരും തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഈ നേരത്തെ എന്താ ഇപ്പോൾ ഫുഡ് കഴിക്കുക വിചാരിച്ചിങ്ങനെ ആലോചിച്ച് അവസാനം നമ്മൾക്ക് KFC തന്നെയാണ് ശരണം. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ഒരുവിധമൊക്കെ അടക്കും. പിന്നെ KFC ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അത് കഴിക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ്. മക്കൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ അവർക്ക് അങ്ങനത്തെ അലമ്പൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ KFCയിൽ നമ്മളെ എപ്പോഴും മെയിൻ ഐറ്റം ട്വിസ്റ്ററാണ്. ട്വിസ്റ്ററാകുമ്പോൾ ചെറിയ റേറ്റിന് നമുക്ക് വയറിറച്ച് കഴിക്കാനുള്ളത് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ട്വിസ്റ്റർ തന്നെ ഓർഡർ ചെയ്യാനിട്ട് ആ ഒരു ഇതിൽ നമ്മൾ ഓർഡർ നേരത്തെ ചെയ്തിട്ട് പോയാൽ നമുക്ക് വേഗം ഡ്രൈവ് ത്രൂവിൽ പോയി മേടിക്കാം. അങ്ങനെ നമ്മൾ KFCയിലെത്തി. ഈ ഒരു സംഭവം ഇവിടെ എല്ലായിടത്തും വെക്കുന്നതുകൊണ്ട്, ഈ വണ്ടി വെക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. ഇത് ശരിക്കും ഒരു 1 ദിർഹം കോയിൻ ഇട്ടാൽ ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ ഇളകി കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ കോയിൻ ഇടാതെ കുട്ടികളെ പറ്റിക്കലാണ്. കുട്ടികൾക്ക് ഇതുവരെ അറിയില്ല അതിൽ കോയിട്ട് ഇളകും എന്നുള്ള കാര്യമൊന്നും. പിന്നെ ഇത് KFCയിൽ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന പൂച്ചയാണ്. KFC തിന്ന് തടിച്ചിട്ടുള്ള പൂച്ചയാണ് കേട്ടോ. അത് നമ്മളെവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. ഒന്നല്ല, അവിടെ 3-4 അങ്ങനെ ട്വിസ്റ്ററൊക്കെ കൈ കെട്ടി എല്ലാവരും തിന്ന് പകുതിയായി. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ട്വിസ്റ്ററാണ് കേട്ടോ അത്. അപ്പം മക്കളെ കണ്ടാലും ഞാൻ ഇങ്ങനത്തെ ഈ ഒരു സാധനം ഇവിടുത്തെ മാളിൻ്റെയും നെസ്റ്റോൻ്റെയും ഒക്കെ മുന്നിലുണ്ടാകും. അപ്പോൾ ഞാൻ വേഗം ഇവരെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തില്ല കേട്ടോ. ഒരു കയ്യിൽ കയറിയിരുന്ന് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്നതിൽ 2 ഫാമിലിയിൽ ഒരു ഫാമിലി വേറെ വഴിക്ക് പോയിട്ടോ. അവർക്ക് വേറെ ആരെയോ മീറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളും വേറെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയിട്ടായിരുന്ന ഒരു ഫാമിലിയും കൂടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി KFCയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ ട്വിസ്റ്ററാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് വയറ് അറിയാം. ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് നല്ല ഫുള്ളാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു. കുട്ടികളെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൊടുത്ത് പറ്റിച്ച് മക്കളെ ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി ഇവിടെ തിരിഞ്ഞളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വേഗം പെരേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലുലു ഉണ്ട് കേട്ടോ. അതൊക്കെ പൂട്ടി 12 മണി ആയാൽ പിന്നെ ഇവിടെ ഒക്കെ പൂട്ടും. പിന്നെ ഇങ്ങനെ പ്രത്യേകം പെർമിഷൻ എടുത്തിട്ടുള്ള ഷോപ്പുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം മക്കളെയൊക്കെ നമ്മൾ വേഗം വണ്ടി കയറ്റി വേഗം ഇവിടുന്ന് സ്ഥലം വിടാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി, ബംഗ്ലാവിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നേരെ പോയി കിടന്നുറങ്ങാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നമ്മളെ എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.